ഇവൻ എപ്പോൾ ഉറങ്ങണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവനെ എനിക്കിപ്പം കാണുമ്പോൾ തോന്നുന്നത് ഈ കടയിലൊക്കെ വെള്ളത്തിൻ്റെ അകത്തിട്ടേക്ക് നാരങ്ങ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിൽ എടുത്തെറിയും, അത് ലോറിയിൽ ആ സാധനമാണ്. ഇപ്പം ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അല്ലെ, പിഴിഞ്ഞ് ഇല്ലാതായി. അവൻ നല്ല ക്ഷീണം. എടാ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രിപ്പ് അടിക്കാം. ഇന്നലെ അപ്പൊ ഇതുകൊണ്ടൊന്നും തീർന്നു. കല്യാണം കഴിയാൻ വേണ്ടി നോക്കി വെക്കാം. അങ്ങനെ കിട്ടുമല്ലെന്ന്. ഇവന്റെ കല്യാണം നടക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയോ? ഞാൻ എന്റെ ഭാര്യ എന്നേ പറയൂ. അവളെ നല്ല പ്രാർത്ഥനയാണ്. അമ്പലത്തിൽ പോയാലും പറയായിരിക്കും, ദൈവം എങ്ങനെയെങ്കിലും കെട്ടിച്ചുകൊണ്ട്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരുമായിട്ടൊക്കെ എപ്പോഴും ഞാൻ കറങ്ങാം. അപ്പോൾ ബാനുവിന് ചില സമയം സംശയം വരും, ഈ ഞാൻ ഭാര്യയെക്കാട്ടും കൂടുതൽ നടക്കുന്ന ഞാൻ അവന്മാരെ കൂടെ. നോട്ട് ദ പോയിന്റ്. എല്ലാം തരാന്ന് പറയുന്നത് മച്ചാനോട് ചേർത്ത് കല്യാണത്തിന് മുന്നേ നിന്റെ കൂടെ അവൻ നടക്കാണ്. അവൻ എങ്ങനെയെങ്കിലും വെറുതെ ഒന്ന് വിട്ടുകൊടുക്കണം, മനസ്സിലായില്ലേ? അത് വിട്ടുകൊടുക്കോടാ, അവൻ കല്യാണം കഴിയല്ലേ, ഇനി ഇവൻ കുറെ കാര്യങ്ങൾ പഠിക്കും, അവൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇവനെ കിട്ടില്ല, നോക്കിക്കോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ എൻ്റെത് അപ്പം കല്യാണത്തിന് മുമ്പുള്ളക്കാട്ടി ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കല്യാണം ശേഷമുള്ള ഒരു ഇതാണ്. സീരിയസ് ആയിട്ട് പറയാം, നല്ല രസമുള്ള. അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, അതായത് കാർത്തികിനെ അറിയാം കറക്റ്റായിട്ട്. ഇപ്പം ഞങ്ങൾ റിലേഷൻ, ഞാൻ എപ്പോഴും പണ്ടോട്ടെ, ഞാൻ ഇപ്പോഴല്ല എന്താണ്, ഞാൻ റിലേഷനുള്ള സമയത്ത് ഒട്ടും ടൈം അങ്ങനെ ഓൾറെഡി കൊടുക്കുന്ന ഒരാളല്ലായിരുന്നു. അത് കാർത്തിക് പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്, ടൈം കൊടുക്കണം, ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല. കല്യാണത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഫുൾ ടൈം ഫ്രണ്ട്സ്, ഗെയിമിങ്, എൻ്റെ ഷെഡ്യൂൾ ഞാൻ മാറ്റാറില്ല. ഞാൻ ഉറങ്ങുന്നത് രാവിലെയും ഗെയിം ചെയ്യുന്നത് രാത്രിയായിരുന്നു. അപ്പം ഒട്ടും ടൈം കൊടുത്തിട്ടില്ല. അതിൻ്റെ കുറേ ഇഷ്യൂസ് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വൻ അടികളുണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് വരെ